അടിപൊളി. അപ്പോൾ നമ്മളിവിടെ ഹോസ്കോട്ടെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പം ഹോസ്കോട്ടെ വഴി എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കൃഷിപ്പാടൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അത് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കാണുന്ന ഒരു ജമന്തിപ്പാടാണിത്. ജമന്തിപ്പാടം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല കാഴ്ചയാണ്. അപ്പം അതിനപ്പുറം തന്നെ കോവക്ക കൃഷി ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വിളവെടുപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലെ കാഴ്ചകൾ കാണാം. ಇಲ್ಲ ಹೆಂಗೆ ಲೋಕಲ್ ಮಾರ್ಕೆಟ್ ಹೊಸಕೋಟೆ ಮಾರ್ಕೆಟ್ ಬೆಂಗಳೂರು ಮಾರ್ಕೆಟ್ ಬರ್ತೀವಿ. ನಮ್ಮ ಫ್ರೆಂಡ್ ಇರ್ತಾರೆ, ಅವ್ರ ಹತ್ರ ಬೆಂಗಳೂರು ಹಾಕ್ಬಿಡ್ತಾರೆ. ಅವ್ರ ಹತ್ರ ಒಂದು ರೇಟ್ ಅದನ್ನು ಮಾಡ್ತೀವಿ. ಅವರು ಒಂದು ರೇಟ್ ತಗೊಂತಾರೆ. ನನ್ನ ಫ್ರೆಂಡ್ ಹತ್ರ ಮಾಡ್ಕೊಳ್ಳಿ, ನೀವು ಒಂದು ರೇಟ್ ತಗೊಂತೀರಾ, ನೀವು ಅಲ್ಲಿ ಟೆಂಪೋ ಇರ್ತದೆ ನಿಮಗೆ ಆ ಗಾಡಿಯಲ್ಲಿ ಬೆಂಗಳೂರು ಮಾರ್ಕೆಟ್, ಕೇರ್ ಮಾರ್ಕೆಟ್. നമ്മുടെ നാട്ടിൽ അമരവാൾ എന്ന് പറയുന്നത്, ഇവിടെ അമരക്കായ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ഇവർ കൃഷി ചെയ്ത് എല്ലാം കൂടി കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ചാക്കിലാക്കിയിട്ട്. അത് നോക്കാം, കണ്ടോ, 2 ചാക്കിൽ ഓൾറെഡി രാവിലെ തന്നെ ഇവർ വന്ന് കൃഷിയൊക്കെ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത കൃഷി സ്ഥലത്തേക്ക് പോയി നോക്കാം. വേറെ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ അല്ലേ? ആർ യു റെഡി? റെഡി? യെസ് യെസ്. അപ്പോൾ നമ്മൾ ജമന്തിപ്പാടം കഴിഞ്ഞു, കുറച്ചും കൂടി മുന്നോട്ട് വന്നു. ഇവിടെ ഇപ്പോൾ ഒരു വയലറ്റ് കളറുള്ള ജമന്തിയാണ് കാണാൻ പറ്റുന്നത്. ഓൾറെഡി ഇതിൻ്റെ കൃഷിയൊക്കെ കഴിഞ്ഞ് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നിങ്ങൾക്ക് മഞ്ഞ കളറുള്ള ജമന്തിയും വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ കീടാണുക്കളിൽ നിന്ന് മറ്റുള്ള വയലറ്റ് ജമന്തികൾക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നടന്നതാണത്. കാരണം ഈ മഞ്ഞ കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. അപ്പോൾ മഞ്ഞയിലേക്ക് ഈ കീടങ്ങളൊക്കെ വന്ന് പതിക്കും, അപ്പം ബാക്കിയുള്ളതിനെ സംരക്ഷിക്കും. അപ്പം നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി നോക്കാം, വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഈ ജമന്തി പാടത്തിനടുത്ത് തന്നെ നമുക്കിവിടെ പച്ചമുളക് നട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ആയി വന്നില്ല, അതിനുള്ള എല്ലാ പരിപാടികളും ഇവർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിന് തൊട്ടപ്പുറം തന്നെ നമുക്ക് തക്കാളി കൃഷി കാണാം, പച്ചയാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെടിയുടെ കടക്കൽ ചൂട് അധികം ഏൽക്കാതിരിക്കാൻ, കാരണം നല്ല ചൂടാണ്. അപ്പം ചൂട് നല്ലോണം ഏൽക്കാതിരിക്കാനും, പിന്നെ ഇതിനിട്ട് കൊടുക്കുന്ന വളവും മറ്റു കാര്യങ്ങളും ഒലിച്ചു പോകാതിരിക്കാനും വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ഒരു പാടത്തിൻ്റെ നടുവിൽ ഇവരുടേതായ ഒരു അമ്പലം പോലെ പണിത് വെച്ചിരിക്കുന്നത് കാണാം. ഇഷ്ടം പോലെ ചൗച്ചൗ ഇവിടെ കാഴ്ച വെച്ചിരിക്കുന്നതാണ്. നല്ല രസമാണ് ഇത് കാഴ്ച കാണാൻ. നമ്മളെ നാട്ടിലൊന്നും അധികം ഇങ്ങനെ കാണാറില്ല ഈ സാധനം. ചൗച്ചൗ ബാത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ചൗച്ചൗ എന്താണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ സാധനം കാണുന്നത്.
ഇത് അധികം ഉപ്പിലിട്ടിട്ട് കഴിക്കും, നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. എത്രയാണ് കാഴ്ച വെച്ചിരിക്കുന്നത് നമുക്ക്. ആഹാ, കുറേ നിലത്തൊക്കെ വീണ് വേസ്റ്റ് ആയിരിക്കുകയാണ്. ആർക്കും വേണ്ടെന്ന് തോന്നുന്നു, അതോ പറിച്ചിട്ട് കളഞ്ഞതാണോ എന്നറിയില്ല. ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ആദ്യം നമ്മൾ കണ്ടത് ജമന്തി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി, അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമുളക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചൗ, അതും കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം ബാർലി. ഓരോരോ ഏരിയ ഇങ്ങനെ തരംതിരിച്ചിരിക്കുകയാണ്. ഈ ബാർലിക്ക് ശേഷം നമുക്ക് ഇവിടുന്ന് കാണാം അവിടെ നിറയെ റോസുകളാണ്. റോസിന് ശേഷം വീണ്ടും ബാർലി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ബീൻസിൻ്റെ കൃഷിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ബീൻസ് കഴിച്ചിട്ടുണ്ട്. പോകാൻ പറ്റുമോ? തൊട്ടിട്ട് ഫോട്ടോ എടു. ഇവിടെ ചേച്ചി നമുക്കിവിടെ എല്ലാം വള്ളികൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. என்னென்ன இருக்குது சார்? ಶುಂಠಿ இருக்குது, ಅದರಲ್ಲೇ ಬಜ್ಜಿ ಮಿಳಗಾಯಿ இருக்குது, ரோஜா இருக்குது, அது டொமாட்டோ இருக்குதுண்ணா. பக்கத்தில் டொமாட்டோ இருக்குது. பஜ்ஜி மிளகா அங்கே தான் இருக்கு. இன்னும் சின்ன செடி. ஓகே, ஆயிலாம் சின்ன. ஓகே சரி அண்ணா. ಹೆಸರು ಏನು ಸರ್? ನಾರಾಯಣ ಸ್ವಾಮಿ. കണ്ടിട്ടുണ്ടാവും ഈ കനകാംബരം പൂവിൻ്റെയൊക്കെ കൂടെ വെച്ച് കൂട്ടുന്നൊരു ചെടിയാണിത്. ഇല അതിൻ്റെ കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റോസിൻ്റെ ഇടക്കാണത്. അപ്പോൾ ബീൻസും കഴിഞ്ഞു, റോസും കഴിഞ്ഞു. അതിനുശേഷം ഇവർ വെച്ചിരിക്കുന്നത് ഇഞ്ചിയാണ്. ചെറുതായിട്ട് നമുക്കൊരു മഴ കിട്ടി, ചെറുതായിട്ടില്ല നല്ലോണം കിട്ടി. കോലാർ ഇവിടുന്നൊരു 24 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പൂക്കളുടെ ഹോൾസെയിൽ കച്ചവടക്കാരാണിത്. ഇവിടെ നിന്നുള്ള ഫാമിൽ നിന്നുള്ള എല്ലാ ഓരോ കൃഷിക്കാരും പൂക്കൾ ഇവിടെ വന്ന് വിൽക്കും. ഇവിടുന്ന് പിന്നീട് ഒരു ഹോൾസെയിലായിട്ട് ഹോസ്കോട്ടെ ടൗണാണ്. നമുക്ക് പയർ കൃഷി കാണാം. പയർ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് നോക്കാം. നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പയർ കഴിച്ചാണോ? അപ്പോൾ ഇവിടെ ഒരു ചേച്ചി എല്ലാം മറന്നുകൊണ്ട് ഊഞ്ഞാലാടി കളിക്കുന്നത് കാണാം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് നിജിനാസ് കിച്ചൻ.